നമ്മളിപ്പം ഉണ്ടാക്കിയ കമ്പനി പ്രോപ്സൊക്കെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ അഗൈൻ നമ്മൾ ടെനൻ്റായിട്ട് സ്വിച്ച് ചെയ്യാണ്. സോ ആസ് എ ടെനൻ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലൗഡ് പോസ്റ്റിൻ്റെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അണ്ടറിലുള്ള എല്ലാ കമ്പനീസും നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. സോ ഞാനിപ്പം ക്രിയേറ്റ് ചെയ്ത റീഗൽ റെസ്റ്റോറൻറ്റ് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ അണ്ടറിൽ കമ്പനി മൊഡ്യൂളിൽ കമ്പനി പ്രോപ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനി പ്രോപ്സ് എന്നുള്ള പേജ് ഓപ്പൺ ആയി കാണിക്കും. സോ ഇവിടെ നമ്മൾ അണ്ടറിലുള്ള എല്ലാ കമ്പനി പ്രോപ്സും ഇവിടെ കാണിക്കും. ഇത് നമുക്ക് എന്ത് ടൈപ്പാണ് എന്നുള്ള ഓപ്ഷൻസ് കാണിക്കും. പിന്നെ ഇത് ആക്റ്റീവ് ചെയ്യണോ ഇനാക്റ്റീവ് ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ ഉണ്ട്. ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനി പ്രോപ്സൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇമെയിൽ ലോഗിൻ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ ഇവിടെ പ്രോപ്പർട്ടി നെയിം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി കോഡ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയി വരും. ഇത് ആക്റ്റീവ് ചെയ്യണോ ഇനാക്റ്റീവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇതെന്ത് ടൈപ്പാണ്, ബൂലിയൻ ആണോ, യെസ് നോ ആണോ, അതോ ലോങ് ടെക്സ്റ്റ് ആണോ, അതോ ഫയലാണോ, അതും നമുക്ക് സെലക്ട് ചെയ്യാം. സേവ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മളെ ഇത് എഡിറ്റായി വരും. നമ്മൾ എന്തൊക്കെ എഡിറ്റ്സ് കൊടുത്തു അത് ഇവിടെ സേവ് ചെയ്ത് വരും. അത് കഴിഞ്ഞ് നമുക്കൊരു ന്യൂ കമ്പനി പ്രോപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ന്യൂ കമ്പനി പ്രോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. സോ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പ്രോപ്പർട്ടി നെയിം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് പ്രോപ്പർട്ടി കോഡ് ജനറേറ്റ് ആയി വന്ന് ടൈപ്പ് ഫയൽ ക്ലിക്ക് ചെയ്ത് അപ്പം ഫയൽ ചൂസ് ചെയ്യണം. ഇതിപ്പോൾ മാൻഡേറ്ററി അല്ല, ബട്ട് നമുക്ക് പിന്നെ വന്ന് എഡിറ്റ് ചെയ്ത് ആഡും ചെയ്യാം. സോ ഞാൻ ഇവിടെ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ ഫയൽ ഇവിടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ന്യൂ ഫാവിക്കോൺ ജനറേറ്റ് ആയി വരും. ഇവിടെ സേവ്ഡ് ക്രിയേറ്റഡ് എന്ന് കാണിക്കും. സോ അങ്ങനെയാണ് നമ്മൾ ഒരു ന്യൂ കമ്പനി പ്രോപ്പ് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് വ്യൂ ചെയ്യൽ ആൻഡ് ഡിലീറ്റ് ചെയ്യുക, ആക്റ്റീവ് ഇനാക്റ്റീവ് ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ.